നേന്ത്രപ്പഴം ഇരിപ്പുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. വളരെ സിമ്പിളാണ് ചെയ്യാൻ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമുക്കിതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വേഗം നോക്കിയിട്ട് വരാം. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ കുറച്ച് വെള്ളം ഒന്ന് തിളക്കാൻ വെച്ചിട്ടുണ്ട്. അതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിനകത്തോട്ട് ഒരു നേന്ത്രപ്പഴം ചേർത്ത് കൊടുക്കാം. നല്ല പഴുത്ത പഴമാണ് ഏറ്റവും നല്ലത് കേട്ടോ. ഇനി ഇതിനൊരു 10 മിനിറ്റ് നമുക്ക് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. നന്നായിട്ട് ഇത് സോഫ്റ്റായിട്ട് വെന്ത് കിട്ടണം. ഇപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട്, നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇത് ഈ വെള്ളത്തിൽ നിന്ന് എടുത്ത് മാറ്റാം. അപ്പം മുഴുവനായിട്ട് നമ്മൾ എടുത്ത് മാറ്റുന്നുണ്ട് കേട്ടോ. പഴുത്ത തന്നെ എടുക്കാൻ നോക്കുക. അധികം പഴുക്കാത്ത പഴമാണെങ്കിൽ ഒരു പച്ച ചൊവ ഉണ്ടാവും, ഒരു കറച്ചൊവ ഉണ്ടാവും. അപ്പോൾ ഇനി നമ്മളിത് ചൂടാറിയതിന് ശേഷം തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി കൈ വെച്ചിട്ട് നല്ല പോലെ ഇതിനൊന്ന് ഉടച്ചെടുക്കുക. ഒട്ടും തന്നെ കട്ടയില്ലാത്ത രീതിയിൽ വേണം നമ്മൾ ഉടച്ചെടുക്കാനായിട്ട്. അതിനുശേഷം ഇതിനകത്തോട്ട് നമുക്ക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കാനുള്ളത്. ഞാൻ ഇവിടെ 1/2 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. മൈദക്ക് പകരം ഗോതമ്പ് പൊടി ആയാലും ഒരു കുഴപ്പമില്ല. പിന്നെ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പഴത്തിൽ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് കിട്ടണം. ഇനി നമുക്ക് ഇതിനകത്തോട്ട് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കാം. സാധാരണ നമ്മൾ ചപ്പാത്തിക്ക് കുഴക്കുന്ന പോലെ തന്നെയാണ്. അപ്പോൾ വളരെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുത്താൽ മതി. കാരണം നമ്മൾ നേന്ത്രപ്പഴം ഓൾറെഡി ചേർത്താണ്, അതിൻ്റെ ഒരു നനവുണ്ടാവും. അപ്പോൾ വെള്ളം കൂടി കഴിഞ്ഞാൽ ശരിയാവില്ല. അപ്പോൾ നമ്മളിത് നന്നായിട്ട് സോഫ്റ്റായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ചൊന്ന് വെളിച്ചെണ്ണയോ നെയ്യോ എന്തെങ്കിലും ആക്കി കൊടുക്കാം കേട്ടോ, ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം ഈ മാവ് ഫുള്ളായിട്ട് എടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കുക. ഇത് ഒരുപാട് തിന്നായിട്ട് പരത്തിയെടുക്കരുത്, കുറച്ചൊന്ന് കട്ടിക്ക്, നമ്മൾ പൂരിക്കൊക്കെ ചെയ്യില്ലേ അതേപോലെ ഒന്ന് കട്ടിക്കൊന്ന് പരത്തിയെടുക്കാൻ കേട്ടോ വേണ്ടത്. അപ്പോൾ നമുക്ക് ഫുള്ളായിട്ടൊന്ന് പരത്തി കൊടുക്കാം. അപ്പോൾ ഏകദേശം ഞാൻ പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു അടപ്പ് വെച്ചിട്ട്, ഒരു റൗണ്ടുള്ളൊരു അടപ്പ് വെച്ചിട്ട് ഇതിനൊന്ന് കട്ട് ചെയ്തെടുക്കാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ നിങ്ങൾ എടുക്കുന്ന അടപ്പിൻ്റെ വലുപ്പത്തിനനുസരിച്ച് ഇരിക്കും കേട്ടോ. ഇത് ഒരുപാട് റൗണ്ട് വേണ്ട, ചെറിയ ചെറിയ റൗണ്ട്സാണ് നല്ലത്. അപ്പോൾ ഇത് നമ്മളെല്ലാം ഇങ്ങനെ കട്ട് ചെയ്തൊന്ന് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് എടുത്തിട്ട് ഓരോന്നോരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഈ മാറ്റുന്ന സാധനം പിന്നെയും നമുക്കൊന്നുകൂടെ ചുരുട്ടിയിട്ട് ഒന്നും കൂടെ ഒന്ന് പരത്തിയെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പരുവെന്ന് പറയുന്നത്, ഒരു കുറച്ച് കട്ടിക്ക്. അപ്പോൾ വെളിച്ചെണ്ണയിൽ നമുക്കിനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പൂരിയൊക്കെ ഫ്രൈ ചെയ്യുന്ന പോലെ തന്നെ ഫ്രൈ ചെയ്താൽ മതി. ഇത് നല്ല ടേസ്റ്റിയാണ് കഴിക്കുക. ഇത് ചുമ്മാ കഴിക്കാനും ചായൻ്റെ കൂടെ നല്ലതാണ്. വേണമെങ്കിൽ നമുക്കൊരു എരിവുള്ള ഒരു തേങ്ങാ ചമ്മന്തി ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ നല്ല കോമ്പിനേഷൻ ആയിരിക്കും കേട്ടോ ഇത്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. ബ്രേക്ക്ഫാസ്റ്റായിട്ടും സ്നാക്കായിട്ടും ഒക്കെ കഴിക്കാൻ പറ്റുന്നതാണ്, നല്ല രുചിയുള്ളതാണ്. അപ്പോൾ എന്തായാലും ഉണ്ടാക്കി നോക്കുക. പിന്നെ നേന്ത്രപ്പഴത്തിന് പകരം നമുക്ക് റോബസ്റ്റ പഴം വെച്ചിട്ടൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ട് നമ്മളിത് ചെയ്തെടുത്തിട്ടുണ്ട്. റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ധ്യാൻസ് കണ്ണൂർ കിച്ചൺ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിലാണ് കാണുന്നെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യണേ. അപ്പം മറ്റൊരു നല്ല റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.